ഗൈസ് ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു. പിന്നെ ഒരു കഥയും കൂടി പറയാനുണ്ട്, അതിനാണ് വന്നത്. വേറെ നല്ല ഗൈസ് സാധനം ഹൈലൈറ്റ്. ഞാൻ പച്ചക്കളറാണ് വാങ്ങിയത്. അവിടെ വേറെ ഒന്നും തന്നെ ഇല്ല തോന്നുന്നു. പിന്നെ അതൊക്കെ അവിടെ ഒരു പേപ്പറുണ്ട്, വരച്ച് നോക്കി. ബട്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല, ഒരു ടെക്സ്ചർ ഒരു ഇതാണ്. അപ്പം ഞാൻ ആ കൂടി നല്ലത് ഇതായിരുന്നു. അപ്പം ഞാൻ എടുത്തിട്ട് പോകുന്നു ഗൈസ്. പിന്നെ ഹൈലൈറ്റർ കിട്ടിയ ആവേശത്തിന് ലേബറിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉള്ള മൊത്തം അത് വരച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ വരയ്ക്കാൻ പറ്റില്ല, നോട്ടിലും പറ്റില്ല. അപ്പോൾ പിന്നെ ലേബറിൻ്റെ ആണല്ലോ നമ്മുടെ ഒരു. ഇനി ഗൈസ് ഞാൻ പേടിച്ച ഒരു കഥ പറയാം. ഈ വിറ്റങ്ങൾ രണ്ടുമാണ് അതിന് കാരണം ഗൈസ്. ഞാൻ വല്ലാതെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. രണ്ട് കാരണം സത്യം പറയാലോ, ഞാൻ ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ മുകളിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ മുകളിൽ പോയി. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഒരു വാലിങ്ങനെ പോയി നീക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ നായി ഗൈസ്. എൻ്റെ നെഞ്ച് പടച്ചു ഗൈസ്. ഞാൻ വേഗം ഓടി നോക്കുമ്പോൾ അതിൻ്റെ തള്ള കടന്ന് എൻ്റെ മുഖത്തേക്ക് കരയുക ഗൈസ്. ഞാൻ ലാസ്റ്റ് എന്നിട്ട് കരയൊക്കെ ചെയ്തു ഗൈസ്. അവിടെ ഒരു സീനാണ് ഇത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വന്നിട്ട് വീണ്ടും നായി ചുറ്റോറും വളഞ്ഞു ഗൈസ്. അപ്പോൾ ഒരു നിലവിളിച്ച് ഗൈസ്. എൻ്റെ ഹൃദയം നിന്നുപോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ടോർച്ചൊക്കെ അടിച്ചിട്ട് ഞാൻ വിറകിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തോടുന്നതിന് അങ്ങനെ നല്ല പേടിച്ചൊരു ദിവസമായിരുന്നു. ഈ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.